ഹലോ, ഇന്ന് ചീമാസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് ഒരു ലിവർ റോസ്റ്റ് ആണ്. ആടിൻ്റെ ലിവറിനെ കൊണ്ടുള്ള ഒരു റോസ്റ്റ് ആണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് അത്യാവശ്യം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള 2 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉള്ളി ഇട്ടതിന് ശേഷം അതിനൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കണം. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ രണ്ടും ഇട്ടതിന് ശേഷം വീണ്ടും ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നതിനായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന രീതിയിലേക്ക് എത്തണം. ഇപ്പോൾ ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മട്ടൺ മസാലയാണ്, 1.5 ടേബിൾ സ്പൂൺ മട്ടൺ മസാല. കൂടെ തന്നെ നമുക്കിവിടെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ ആ ഒരു പച്ചമണക്കം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ലിവർ ചേർത്ത് കൊടുക്കണം. ഞാൻ ലിവർ ചെറുതായിട്ട് കട്ട് ചെയ്ത രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ലിവർ ഒന്ന് ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് 1 മുതൽ 2 മിനിറ്റ് വരെ നല്ലോണം വേവിച്ചെടുക്കണം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിലൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനൊന്ന് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ലിവർ റോസ്റ്റിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് അടുപ്പ് മാറ്റി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. ഇനി വീണ്ടും 1 ടീസ്പൂൺ ഉപ്പും കൂടി ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് വീണ്ടും അടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 15 മിനിറ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഒന്ന് ഇതിനെ തുറന്ന് ഇതിലേക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ഒരു റോസ്റ്റ് ആയിട്ടൊന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മെത്തി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കസൂരി മെത്തി കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇതിൽ ഉണ്ടാക്കാനില്ല. നമ്മൾ എല്ലാ റോസ്റ്റ് ചെയ്യുമ്പോഴും ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വാച്ച് ചെയ്യുക. താങ്ക്